തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി നെഞ്ചോരം നാളം തേടിയോ. താങ്ക് യു. എവിടെയെങ്കിലും ഇരുന്നിട്ട് പാവ അത് കേൾക്കുന്നുണ്ട്. പ്രിയരാഗം മൂളി ഞാൻ മൈക്കിൾ ജാക്സന്റെ വലിയൊരു ഫാനാണ് കുട്ടിക്കാലം മുതലേ. നിന്നോ വന്ന പഞ്ചവന്ന കിളി നീയോ എന്നും എന്റേതെന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ. MC ഡിജിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംപ്ലിസിറ്റി ഈസ് ബ്യൂട്ടിഫുൾ. അതെ, നമ്മുടെ സ്വന്തം മധു ബാലകൃഷ്ണനാണ്. മധുചേട്ടനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം മധുചേട്ടാ. തേന്നൂറും എന്താ പറയാ നാദത്തിന് എന്നൊക്കെ ഞാൻ പറയാൻ വെച്ചതായിരുന്നു, പക്ഷെ മധുചേട്ടനെ കണ്ടപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങള്? നല്ല വിശേഷം, ഇങ്ങനെ പോകുന്നു. അതെ, ഇപ്പൊ ചെന്നൈയിൽ നിന്ന് തിരിച്ച് ഇടയ്ക്കിടയ്ക്ക് ചെന്നൈയിൽ പോകും, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് അവിടെ പോയിട്ട് വരും. അവിടെ വർക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഒരു വീടൊക്കെ ഉണ്ട്, അപ്പൊ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് വരും. അഡ്ജസ്റ്റ് ആയി ചെന്നൈയിട്ട്. അതെ അതെ. നേരത്തെ മുതൽ ചെന്നൈയിൽ പഠിച്ചതൊക്കെ അവിടെയാണല്ലോ. അല്ല, മക്കള് ഇപ്പൊ ചെന്നൈയില് ഇല്ല, മോൻ UK പഠിത്തം കഴിഞ്ഞ് തിരിച്ചു വന്നു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് വന്നു. ഇളയാള് 11th. അതെ അതെ അതെ. മധുചേട്ടനെ കുറിച്ച് പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഒരു ടഫ് സോങ്ങിന്റെ ആളാണ്, അല്ലെങ്കിൽ ഒരു കർണാട്ടിക് ബേസ്ഡ് രാഗാസൊക്കെ അങ്ങനെ നല്ലൊരു ക്ലാസിക്കൽ ബേസ്ഡ് സോങ്സ് ആണ് അധികം പാടുക എന്നുള്ളതാണ് കുറച്ച് പേര്. അത് അങ്ങനത്തെ പാട്ടുകൾ പ്രോഗ്രാമുകളിൽ പാടുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്, അങ്ങനെ ഒരു ചിന്ത വന്നത്. അപ്പൊ ആൾക്കാർ വിചാരിച്ചു അങ്ങനത്തെ പാട്ടുണ്ടെങ്കിൽ എന്നെ പാടിപ്പിക്കാമെന്ന് ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു നമ്മൾ കേൾക്കുന്നത് ഭയങ്കര എന്താ ഞാൻ സത്യത്തിൽ എല്ലാ ടൈപ്പ് പാട്ടും എല്ലാ പാട്ടുകളും പാടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അല്ലു അർജുന്റെ ഒക്കെ റൊമാൻറ്റിക് സോങ്സ്, പിന്നെ കുറെ കൊമേഴ്ഷ്യൽ ഹിറ്റ്സും. പ്രിയരാഗം മൂളി ഞാൻ അങ്ങനെ ഒരു വെറൈറ്റി സ്റ്റൈലിൽ പല പാട്ടുകളും പാടിയിട്ടുണ്ട്. ഒരു ഹസ്കി സൗണ്ട് വെച്ചിട്ടാണ്. അതെ 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 അതെ. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു അല്ലു അർജുന്റെ? ഒരുപാട് സോങ്സ് പാടിയിട്ടില്ല അല്ലു അർജുന്റെ കുറച്ച് പാട്ടുകൾ ഡബിങ് മൂവീസ് അതിനുവേണ്ടി പാടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യമാണല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ളൊരു ഇതും കൂടിയാണ്. അപ്പോൾ പല രീതിയിൽ പല സ്റ്റൈലിൽ ഞാൻ അതിൻ്റെ ഒറിജിനൽ പാട്ട് പാടിയിട്ടുള്ളവരുടെ ശബ്ദം എന്തായാലും കേൾക്കും, അവരുടെ സ്റ്റൈല് കേൾക്കും. പിന്നെ ഞാൻ എൻ്റെയും കൂടി മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പാടാറുള്ളത്. ഈ പാട്ടിന് വേണ്ടിയിട്ട് ശബ്ദം മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു രാജാ സാറിൻ്റെ ഒക്കെ പാട്ടിന് പാടിയിട്ടുണ്ട്. ഇനിമേൻ ആങ്കദാൻ എന്നുള്ള ഒരു ആനിമേഷൻ മൂവി ഉണ്ടായിരുന്നു രാജാ സാറിൻ്റെ. അതിൽ പല ശബ്ദത്തിൽ എന്നെ കൊണ്ട് പല സ്റ്റൈലിൽ എന്നെ കൊണ്ട് രാജാ സാറ് പാടിപ്പിച്ചിട്ടുണ്ട്. രാജാ സാറിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പുള്ളി ഭയങ്കര എന്താ പറയുക സ്ട്രിക്റ്റ് ആണ്. രാജാ സാറ് മറ്റുള്ള മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ക്ലാസ് ടീച്ചേഴ്സ് ആണെങ്കിൽ രാജാ സാർ ഹെഡ് മാസ്റ്ററാണ്. അതാണ് വ്യത്യാസം. അതെ അതെ അതെ. അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭയങ്കര ചിട്ടയായിട്ടുള്ള ഒരു രീതിയാണ്. പിന്നെ കമ്പോസ് ചെയ്ത ഒരു ട്യൂണിൽ നിന്ന് അങ്ങോട്ട് മാറാനൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്. പിന്നെ എന്തെങ്കിലും ചെറിയ ഇംപ്രവൈസേഷനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എങ്ങനെയാന്ന് സമ്മതിച്ചു വിടുന്നല്ലാതെ. അതെ അതെ അതെ. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ആലാപനത്തിന് മനോധർമ്മം വലിയൊരു ആവശ്യകത അല്ലേ? ഒരു പാട്ട് അതുണ്ട്. അത് പക്ഷേ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ രീതി അനുസരിച്ചിരിക്കും. പക്ഷെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് സംഗീതത്തിൻ്റെ രീതിയിലും. അവർക്കും ഓരോ സ്റ്റൈലുണ്ട്, അവരുടേതായ സിഗ്നേച്ചേഴ്സ് ഉണ്ടാവും. അപ്പം ഇപ്പോൾ രാജാ സാറാണെങ്കിൽ സ്ട്രിക്റ്റ് ആണ്, അദ്ദേഹത്തിന് ചെയ്ത ട്യൂണിൽ നിന്ന് അങ്ങോട്ട് മാറാൻ സമ്മതിക്കില്ല. വിദ്യാസാഗർ സാറൊക്കെ ആണെങ്കിൽ എന്നെക്കൊണ്ട് ഫ്രീ ആയിട്ട് ഒരു പക്ഷിയെ പറത്തിവിടുന്ന പോലെ ആണ് ശരിക്കും. അത്രയ്ക്കും ഫ്രീ ആയിട്ട് പാടാം. എന്തെങ്കിലും ഇംപ്രവൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ആർക്കും അത് പൊള്ളാം, അങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. രാജാ സാറിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് പേടിയുണ്ടാവും, ഒരു ഹെഡ് മാസ്റ്ററിന്റെ മുമ്പിലേക്ക് എന്ന പോലെ. അതാണ് ഞാൻ ഹെഡ് മാസ്റ്റർ എന്ന് പറയാൻ കാരണം. അല്ല, ചിലർക്ക് ഒരു പാട്ട് ട്രാക്ക് പാടുന്ന അതേപോലെ പഠിച്ചിട്ട് പാടുന്ന ആൾക്കാരുണ്ട്, ചിലർ അതിൽ കുറേയൊക്കെ ഇംപ്രവൈസ്. അതെ അതെ. പക്ഷെ രാജാ സാറിന്റെ പാട്ടിൽ അങ്ങനെ ഇംപ്രവൈസേഷൻ്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തു വെച്ചത്. അത് പക്കയാണ്. അതിപ്പോൾ ഇംപ്രവൈസ് ചെയ്യണമെന്നൊന്നുമില്ല അതിൽ സത്യത്തിൽ. അതെ. ഒരുപാട് ഡിവോഷണൽ സോങ്സ് ഒക്കെ പാടിയിട്ടുണ്ടല്ലോ. അപ്പം എന്തെങ്കിലും ഡിവോഷണൽ സോങ്സ് പാടുമ്പോൾ എന്തെങ്കിലും ടൈപ്പ് ഓഫ് എനർജി അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ, പ്രത്യേകിച്ച് നമ്മുടെ ഭക്തി ഗാനങ്ങളൊക്കെ പാടുമ്പോൾ റെക്കോർഡിംഗ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുട്ടിക്കാലം മുതലേ
ഒരു ഭക്തിയിലൂടെ വളർന്ന ഒരു പയ്യനാണ്. എന്ന് വെച്ചാൽ ശിവഭക്തനാണ് തോന്നുന്നത്. ശിവനുണ്ട്, എല്ലാവരും ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതലേ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഭക്തിയുള്ള കൂട്ടത്തിലായിരുന്നു. കുട്ടിക്കാലം മുതലേ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ എന്നെ അമ്മ കൊണ്ടുപോകാറുണ്ട്, ഓർമ്മ വെച്ച നാൾ മുതൽ. അപ്പോൾ ഇങ്ങനെ ജാതി മതം അങ്ങനെയുള്ളൊരു വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദേവാലയങ്ങളിലും പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഭക്തി എന്നാണ് ഈ സംഗീതം ഉണ്ടായെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പറയില്ല പ്രപഞ്ചത്തിന് താഴെ കാണുന്ന എല്ലാത്തിനും സംഗീതമാണ്. മനുഷ്യൻ തന്നെ എനിക്ക് യൂണിവേഴ്സ് തന്നെ സംഗീതത്തിലും താളത്തിലും ലയത്തിലുമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതിന് മനുഷ്യൻ തന്നെ ഏറ്റവും വലിയ സംഗീത ഉപകരണമാണ്. നമ്മുടെ ഹാർട്ട് ബീറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വാക്കിംഗ് സ്റ്റൈല്, നമ്മുടെ എന്താ പറയാ സംസാരത്തിനൊക്കെ ഒരു ഓളം. അപ്പൊ മ്യൂസിക് തെറാപ്പി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടല്ലോ ഒരുപാട് പേർക്ക്. മ്യൂസിക് തെറാപ്പി ആയിട്ട് ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ അറിയാതെ അത് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ വന്ന് കാണാറുണ്ടായിരുന്നു. കാരണം എൻ്റെ പാട്ടുകൾ ഡെയിലി ഡിവോഷണൽ സോങ്സ് ഡെയിലി ഇങ്ങനെ കേട്ട് അവർക്ക് മനസ്സമാധാനം ലഭിക്കുന്നു, അസുഖങ്ങൾ മാറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും വന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി എൻ്റെ പാട്ട് കേട്ടിട്ടാണോ അത് ദൈവം തന്നെ തീരുമാനിച്ചിട്ട് മാറ്റണതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇങ്ങനെ വന്ന ആളുകൾ പറയാറുണ്ട്. അതെ, അല്ല, മാറ്റുന്നത് എന്തായാലും ദൈവമാണ്. ദൈവം തന്നെയാണ് എല്ലാം. ഈ ലോകത്തിൽ ഉണ്ണുന്നതും ഊട്ടുന്നതും ഉറക്കുന്നതും എല്ലാം ദൈവം തന്നെ. എല്ലാം ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചിലർ വന്ന് പറയുമ്പോൾ അത് ഞാൻ ദൈവത്തിലേക്ക് സമർപ്പിക്കും, അത്രയേ ഉള്ളൂ. അല്ല, എനിക്ക് തോന്നുന്നു ICUലൊക്കെ കിടക്കുന്ന സമയത്ത് ചില പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ദിവസം കിടക്കുന്നവർ 5 ദിവസം കിടക്കും. അത്രയും അല്ല, അങ്ങനെയൊക്കെ കുറച്ച് പേര് ക്യാൻസർ ഉള്ള ആൾക്കാർ അങ്ങനെയൊക്കെ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വ്യക്തമായിട്ട് വിശദമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇങ്ങനെ സംഭവിച്ചു ഇങ്ങനെയൊക്കെ പറയാറുണ്ട് ആളുകൾ. അത് അറിയാതെ തന്നെ തെറാപ്പിയായി പോകുന്നു. അതെ, അതിപ്പോൾ എൻ്റെ പാട്ട് മാത്രമല്ല, പലരുടെയും പാട്ടുകൾ അങ്ങനെ ആവുന്നുണ്ട്. പലരുടെയും സിംഗിങ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ശബ്ദത്തിലൂടെയും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഭാവത്തിലൂടെയും എല്ലാം പലർക്കും നടക്കുന്നുണ്ടാവാം. അതേപോലെ പെറ്റ്സിനും അല്ലേ, മനുഷ്യന്മാർക്ക് മാത്രമല്ല പെറ്റ്സിനും ഈ സംഗീതമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണല്ലോ. ഇപ്പം എൻ്റെ വീട്ടിലൊരു മൃഗങ്ങളും പക്ഷി മൃഗാദികളും മറ്റേ സസ്യ വൃക്ഷാദികളെല്ലാം സംഗീതം ആസ്വദിക്കുന്നു എന്നാണ് പൊതുവെ പറയുന്നത്. ഞാൻ പറയാൻ കാരണം എൻ്റെ വീട്ടിലൊരു തത്തമ്മയുണ്ട്. അപ്പം ഏതൊരു പാട്ട് വന്നാലും അത് എവിടെന്ന് ആ ഒരു പാട്ട്, പ്രത്യേകിച്ച് മധുചേട്ടൻ്റെ പാട്ടാണ് എങ്ങു നിന്ന് വന്ന്, ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എവിടുന്ന് വന്നിട്ടാണെങ്കിലും അതെന്റെ ഷോൾഡറിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. പുതിയൊരു അറിവാണ്. അയ്യോ, മധുചേട്ടൻ്റെ അടുത്തുണ്ടല്ലോ പെറ്റ്സ്. അപ്പൊ അങ്ങനെ പ്രത്യേക ഇഷ്ടമുള്ള പാട്ടുകൾ. എന്റെ വീട്ടിൽ നേരത്തെ തത്ത ഉണ്ടായിരുന്നു, പാട്ട് പാടുന്നത് കേട്ടിരിക്കും. ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അത് അവൾ എവിടെ, പിന്നെ വീട്ടിലുള്ള പട്ടിക്കുട്ടിയാണെങ്കിലും പാട്ട് പാടുമ്പോഴും നാമം ചെല്ലുമ്പോഴും അടുത്ത് വന്നിരിക്കും. പൂച്ചയാണെങ്കിലും അതെ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലത്തേക്ക് ഇതിനെ അട്രാക്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം. അതെ അതെ അതെ. പട്ടിക്കുട്ടി എന്ന് പറഞ്ഞപ്പോഴാണ് ഓസ്കാർ എന്നുള്ള എനിക്ക് ആ പേര് എപ്പോഴും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഓസ്കാർ ഇല്ലെങ്കിൽ ഞാൻ ഒരു ഓസ്കാർ വീട്ടിലുണ്ട് എന്ന് പറയണത്. എനിക്ക് ആ എങ്ങു നിന്ന് വന്ന ഇപ്പൊ ആ തത്തമ്മ എന്റെ കൂടെ ഇല്ല. എനിക്ക് ഒന്ന് 4 വരി പാടണമെന്ന്. ഓക്കെ. എങ്ങു നിന്നോ വന്ന പഞ്ചവർണ്ണ കിളി നീയോ, എന്നും എൻ്റേതെന്നു ചൊല്ലുവാനോ ഇഷ്ടമേറെ, നീ എൻ മുളം തണ്ടിൽ ചുംബിച്ചിരുന്നു പണ്ടേ മൗനസ്വരമായി ജന്മങ്ങളിൽ, മോഹം കൈ നീട്ടുന്നു വീണ്ടും, തങ്കക്കിനാവിലൊന്നിച്ചിരുന്നു കണ്ണിൽ തിരി തെളിക്കാനായി, നെഞ്ചോരം നാളം തേടിയോ. താങ്ക് യു. എവിടെയെങ്കിലും ഇരുന്നിട്ട് പാവം അത് കേൾക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് റിയാലിറ്റി ഷോയിലേക്ക് വരാം. അപ്പോൾ റിയാലിറ്റി ഷോയിൽ എന്താ പറയാ, ചേട്ടൻ ആറാടുകയാണെന്ന് തന്നെ പറയാം. ഇന്നലത്തെ എപ്പിസോഡ് കണ്ടത് ഒരു റാംബാക്ക് പോലെ കർണാടക വെച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ട്. ഇപ്പം അത് മാത്രമല്ല, അപ്പം മിമിക്രിയാണത്. മാൻ ഓഫ് സോ മെനി ടാലൻസ് പറഞ്ഞ പോലെയാണ് മിമിക്രിയും എന്റെ കൂടെ തന്നെ ഉണ്ട്. മിമിക്രി അങ്ങനെ പ്രൊഫഷണൽ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യണമെന്ന് മാത്രമേ. പക്ഷെ ഞാൻ രജനീകാന്തിന്റെ ചിരി കേട്ടപ്പോൾ ശരിക്കും വിചാരിച്ചു ഇത് റെക്കോർഡഡ് ആണോ അത് ഒറിജിനൽ ആണോ എന്നുള്ളത്. പിന്നെ ആരുടെയൊക്കെ അന്ന് ചെയ്ത കമൽ സാറിന്റെ ചെയ്തിട്ടുണ്ട്, മമ്മൂക്കയുടെ ചെയ്തിട്ടുണ്ട്, ലാലേട്ടന്റെ ചെയ്യാറുണ്ട്, ചില ഇന്നസെന്റ് ഏട്ടൻ്റെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ പലരുടെയും ചെയ്തിട്ടുണ്ട്. ട്രൈ ചെയ്യണോ, ഞാൻ പക്കയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, ട്രൈ ചെയ്യണം. പല സിംഗേഴ്സും
കുറച്ച് ഈ ഇമിറ്റേറ്റ് ചെയ്യുന്ന കഴിവുള്ളവരാണ്. എൻ്റെ പരിചയത്തിൽ തന്നെ എൻ്റെ വളരെ സുഹൃത്തുക്കൾ ഗായകരായിട്ടുള്ളവർ ഇങ്ങനെ കഴിവുള്ള ഇഷ്ടംപോലെ പേരുണ്ട്. പ്രത്യേകിച്ച് സുദീപ് പലരെയും ഇമിറ്റേറ്റ് ചെയ്യും, ശബ്ദം അനുകരിക്കും, പിന്നെ തമാശക്കാരനാണ് നല്ല. അങ്ങനെ പലരും ഈ ഫീൽഡിൽ പലരും ഉണ്ട്. അങ്ങനെ ദാസേട്ടൻ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ജയേട്ടനും ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ അറിവിൽ. അതെ, അല്ല എനിക്ക് തോന്നുന്നു അത് പാട്ടിന് ഒരുപാട് അത്യാവശ്യം ശ്രീകുട്ടൻ ചേട്ടനും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പാട്ടിന് ഒരുപാട് ഗുണവും ചെയ്യും തോന്നുന്നു. കാരണം ശരിക്കും അങ്ങനെ ഒരു കഴിവ് നമ്മുടെ അങ്ങനെ ഒരു സംഭവം നമ്മുടെ കൂടെ ഉള്ളത് നല്ലതാണ്. ഈ ഹീറോയ്ക്കും അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് ശബ്ദം മാറ്റാനും എല്ലാം നമുക്ക് ഉപകാരം ചെയ്യും. അതുപോലെ തന്നെ സ്വരവീണ പാണി സാറിന്റെ ഒരു 5.5 മിനിറ്റിന്റെ ഒരു റെക്കോർഡിംഗ്. അതെ, അദ്ദേഹം ഹൈദരാബാദിൽ, അതായത് ആന്ധ്രയിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ സംഗീതത്തെ പറ്റി റിസർച്ചൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഇവിടെ വന്നിട്ട് എന്നോട് ഇവിടെ വന്നിട്ടില്ല, അതിന് മുമ്പ് ഫോണിൽ കോൺടാക്ട് ചെയ്തു. ഇങ്ങനൊരു പ്രൊജക്റ്റ് ഉണ്ട്, രാഗങ്ങൾ, അതായത് 72 മേള കർത്ത രാഗങ്ങൾ അതിൻ്റെ പേരിലൂടെ തന്നെ പാടി അവതരിപ്പിക്കുന്ന ഒരു സംഭവം. അപ്പോൾ ഞാനതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ വിചാരിച്ചു. പക്ഷേ ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് നമ്മുടെ മാതൃഭാഷയും മാതൃരാജ്യം, അങ്ങനെ അമ്മ, ഇതെല്ലാം നമുക്ക് അമ്മയുടെ സ്ഥാനം തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പാട്ടും കൂടി അദ്ദേഹം ചെയ്തിരുന്നു. അപ്പോൾ ഈ 72 മേള കർത്ത രാഗം, കനകാംഗി, രത്നാംഗി മുതൽ അങ്ങനെ എല്ലാ രാഗങ്ങളും, കനകാംഗി രത്നാംഗി, അങ്ങനെ ഓരോ രാഗത്തിൻ്റെയും പാടി ഗാനമൂർത്തി, അങ്ങനെ ഓരോ രാഗങ്ങളും എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നാണ് ഞാൻ പാടിയത്. അങ്ങനെ എല്ലാ രാഗങ്ങളും അതുപോലെ പാടിയിട്ടാണ് ഈ 72 മേള കർത്തരാഗത്തിൻ്റെ 6 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പാട്ട്. അല്ല, അത് അപ്പോൾ ഒരു രാഗത്തിന് മറ്റു രാഗത്തേക്കുള്ള ഷിഫ്റ്റ് അങ്ങനെയാണോ? അതെ, ഒരു രാഗത്ത് കനകാംഗി എന്ന് പറയുമ്പോൾ കനകാംഗി രാഗത്തിലാണ് കനകാംഗി എന്ന് പാടുക. രത്നാംഗി എന്ന് പാടുമ്പോൾ ആ രാഗത്തിലായിരിക്കും. ഗാനമൂർത്തി എന്ന് പറയുമ്പോൾ ഗാനമൂർത്തിയുടെ ആ സ്വരത്തിലായിരിക്കും. അങ്ങനെ ഉള്ളൊരു പുള്ളിയുടെ റിസർച്ചാണ്. അതിൻ്റെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിലാക്കിയിട്ട് അത് അദ്ദേഹം പല കോളേജുകൾ, ഈ റിസർച്ച് ചെയ്യുന്നവർക്കും കോളേജുകളിലേക്ക്, മ്യൂസിക് കോളേജുകളിലേക്ക് കൊടുക്കാനാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെ, ഇപ്പൊ കണ്ടിട്ട് കുറച്ച് നാളായി അദ്ദേഹത്തെ. ചേട്ടൻ ഒരുപാട് ഗുരുക്കന്മാരുടെ കീഴിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം. ഏകദേശം ഒരു 10-16 പേരുണ്ട് ഗുരുക്കന്മാര്. ദക്ഷിണാമൂർത്തി സ്വാമി മുതൽക്ക്. സ്വാമി എന്നെ പാട്ട് പഠിപ്പിച്ചിട്ടില്ല, പാട്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ പാട്ട് പഠിപ്പിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ ഗുരുസ്ഥാനീയനാണ്. പിന്നെ എൻ്റെ ആത്മീയ ഗുരുവും കൂടിയാണ് ദക്ഷിണാമൂർത്തി സ്വാമി. അതല്ലാതെ പാട്ടിന്റെ സംഗീതത്തിന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 16 പേരുള്ള ഏകദേശം ഉണ്ട് ഗുരുക്കന്മാര്. അതിൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ഗുരു എന്ന് പറഞ്ഞാൽ ശ്രീദേവി ടീച്ചറാണ്. തുടങ്ങിയത് ശ്രീദേവി എന്ന് പറഞ്ഞ ടീച്ചറാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്. പിന്നെ ചന്ദ്രൻ മാഷ്, ബോസ് മാഷ്, സുരേഷ് മാഷ്, അങ്ങനെ സരസ്വതി അമ്മാൾ ടീച്ചർ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുരു എന്ന് പറയുന്നത് ചന്ദ്രമന നാരായണ നമ്പൂതിരി സാറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്താണ് കൂടുതൽ നാൾ ഞാൻ പഠിച്ചിട്ടുള്ളതും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും. പിന്നെ TV ഗോപാലകൃഷ്ണൻ സാറ്, അദ്ദേഹം ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സ്കോളർഷിപ്പിൽ പഠിക്കാൻ പോയി. ഫോർഡ് ഫൗണ്ടേഷൻ്റെ സ്കോളർഷിപ്പായിരുന്നു. അപ്പോൾ അതൊരു ഗുരുകുലത്തിൻ്റെ രീതിയിലുള്ള ഒരു സംഗീത അഭ്യസനമായിരുന്നു. അവിടെ തന്നെ താമസിച്ച്, അക്കാഡമിയിൽ തന്നെ താമസിച്ച് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പാട്ട്, ഭാഷ, സംസ്കൃതം, യോഗ, അങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിക്കേണ്ടി വന്നു. അപ്പോൾ അവിടെ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വേറെ ചില ടീച്ചർമാരുടെ അടുത്തും പോയി പഠിക്കേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ മണികൃഷ്ണ സ്വാമി ടീച്ചർ, ഡോക്ടർ വേദവല്ലി ടീച്ചർ, പശുപതി സാറ്, അങ്ങനെ അവിടെ വേറെ ഗുരുക്കന്മാരായി. പിന്നെ യോഗ പഠിപ്പിക്കാൻ ഗായത്രി ടീച്ചർ, അതിൻ്റെ കൂടെ തന്നെ യോഗ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ പല ഗുരുക്കന്മാരുണ്ടായിരുന്നു. അതെ. അപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും മിക്കയും ഗുരുമുഖത്ത് നിന്ന് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. ഗുരുമുഖത്ത് എല്ലാവരും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഓൺലൈനിൽ പഠിക്കുന്നവരുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്നത് തന്നെയാണ്. ആ ഒരു ഗുരുവിൻ്റെ തേജസ് അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം, ഒരു പ്രഭ ശിഷ്യനിലേക്ക് പകർന്ന് നൽകുന്ന ഒരു ഇതാണത്. പഠിക്കുമ്പോൾ അതും കൂടി ഉണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ. നമ്മൾ ഓൺലൈനിൽ നമുക്ക് അത് കിട്ടുന്നില്ല. ഗുരുവിൻ്റെ സാമീപ്യം ഇല്ലല്ലോ, ദൂരെയല്ലേ. അതെ അതെ. അത് മാത്രമല്ല സൗണ്ടിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാം അത് കറക്റ്റായിട്ട് പിച്ച്. അതെ 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 അതെ. അപ്പോൾ എപ്പോഴും ഗുരുമുഖത്തുനിന്ന് ഡയറക്റ്റായിട്ട് പഠിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അമ്മയും അച്ഛനുമാണ് ഒരു ഇൻസ്പിറേഷൻ ഓഫ് സിംഗിങ്. അച്ഛനും അമ്മയാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചതും. അവർ മാത്രം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയത്. പിന്നെ എൻ്റെ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാർ, എൻ്റെ 2ാം ക്ലാസ്സിലെ സിസ്റ്റർ ബസാലിയ, ക്ലാസ് ടീച്ചർ സിസ്റ്റർ ബസാലിയ, സിസ്റ്റർ മരിച്ചുപോയി. സിസ്റ്റർ ലൂസിയ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. 1ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ. പ്രൈമറി സ്കൂളിലേക്ക് മാറിയപ്പം ഉണ്ടായിരുന്ന പൗലോസ് മൂത്തടൻ മാഷ്, അവരൊക്കെയാണ് എന്നെ
അനിയത്തി സിസ്റ്റേഴ്സ് സിസ്റ്റേഴ്സ് ഇല്ല. ഇല്ല. സിസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ എൻ്റെ ഓൺ സിസ്റ്റർ അല്ല, സിസ്റ്റേഴ്സ് അല്ല, കസിൻ സിസ്റ്റേഴ്സ്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് അനിയനാണുള്ളത്. അനിയൻ്റെ പേര് ശ്രീകുമാർ. അവനും പാട്ടൊക്കെ പാടും. അവൻ റേഡിയോയിലായിരുന്നു, സൗണ്ട് എഞ്ചിനീയർ ആയിരുന്നു. പല റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് പല സ്റ്റുഡിയോകളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റേഡിയോയിലെ ജോലിയൊക്കെ റിസൈൻ ചെയ്തൊരു സ്വന്തം കമ്പനി, അഡ്വർടൈസിങ് കമ്പനിയാണ് ദ ക്രിയേറ്റീവ് ഫാക്ടറി, TCF എന്നാണ് പേര്. അവൻ പല മെയിൻ കമ്പനികളുടെ പരസ്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയ ഹാൻഡ്ലിംഗ് ഉണ്ട്. പരസ്യത്തിന്റെ ആളാണ്. പരസ്യം വീട്ടിൽ പരസ്യത്തിന്റെ ആള്, പാട്ടിന്റെ ആളാണ്. ഒരുപാട് ലാംഗ്വേജസ് പാടിയിട്ടുണ്ട് അല്ലേ? മലയാളം, തെലുങ്ക്, തമിഴ്, തുളു, ബംഗാളി. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, തുളു, ഹിന്ദി, ബംഗാളി, സൗരാഷ്ട്ര, സിംഹള ഭാഷ, സിംഹള. പിന്നെ അപ്പോൾ അടുത്ത ഈ കുറച്ചാൾ മുമ്പ് ഇതിൽ മറാഠിയിലും പാടി. അതെങ്ങനെയാ അതിന്റെ ഡിക്ഷനൊക്കെ എങ്ങനെയാ? അതെന്തോ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെയോ അത് ശരിയായി വരുന്നുണ്ട്. തമിഴ് ഓൾറെഡി തമിഴ് കുട്ടിക്കാലം എന്ന് അറിയാം. എൻ്റെ അച്ഛന് തമിഴേ അറിയുള്ളായിരുന്നു. അച്ഛൻ ജനിച്ചു വളർന്നെല്ലാം കോയമ്പത്തൂരാണ്. അപ്പം ജോലി കിട്ടിയതിന് ശേഷം അച്ഛൻ നാട്ടിൽ വന്നിട്ടുള്ളൂ. അപ്പം അച്ഛന് മലയാളം വായിക്കാനും എഴുതാനും അറിയില്ല. ജസ്റ്റ് സംസാരിക്കും, മാനേജ് ചെയ്യുന്ന മാത്രം. അച്ഛൻ്റെ ഫ്രണ്ട്സും, അച്ഛൻ്റെ അനിയൻ, അച്ഛൻ്റെ സിസ്റ്റർ, അച്ഛൻ്റെ അമ്മ, അവരുടെ അടുത്തെല്ലാം തമിഴിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നതും ലെറ്റർ എഴുതിയിരുന്നതെല്ലാം തമിഴിലായിരുന്നു. തമിഴ് എഴുതാനും അറിയാം അച്ഛൻ. എനിക്ക് തമിഴ് വായിക്കാനറിയാം. അതെ, തമിഴ് വായിക്കാനും സംസാരിക്കാനും അറിയാം. അവാർഡ്സുകൾ ഇപ്പം വീട് നിറച്ചും ഉണ്ട്. അവാർഡ്സ്, മെയിൻ അവാർഡ്സുകൾ എന്ന് പറയാനായിട്ട് കേരള സ്റ്റേറ്റ് അവാർഡ്, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ്, പിന്നെ ഫിലിം ഫെയർ അവാർഡ്, പിന്നെ ഏഷ്യാനെറ്റ് അവാർഡ്, അമൃത TV അവാർഡ്, പിന്നെ ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡോക്ടറേറ്റ്, അതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് പലതവണ കിട്ടി. ഇപ്പം വരുന്ന പുതിയ തലമുറയായിട്ടുള്ള കുട്ടികൾക്ക്, പാട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ചേട്ടൻ്റെ എന്താണ് ഉപദേശം പറഞ്ഞു കൊടുത്തത്? ഒരു ഉപദേശം ഇപ്പം തന്നെ കിട്ടിയല്ലോ, ഗുരുമുഖത്തുനിന്ന് പാട്ട് പഠിക്കുക. പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇല്ലാതെ ഒരാളും നന്നാവില്ല. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ പറയണേ. അപ്പം ചില ആൾക്കാരൊക്കെ പണ്ടത്തെ കാലത്ത് മണിക്കൂറുകളോളം, 6 മണിക്കൂർ 12 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന ആൾക്കാരും ഉണ്ട്. ചില ഇൻസ്ട്രുമെൻറ്റ്സ്, പാട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് ശബ്ദം പോവും. പക്ഷേ എന്നാലും ഏർലി മോർണിംഗ് ഒരു 3 മണിക്ക് ശേഷം 7 മണിക്കുള്ളിൽ എഴുന്നേറ്റിട്ട് എപ്പോൾ വേണമെങ്കിലും, അതിന് 3 മണിയെന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ സമയം ആണ് ഏറ്റവും നല്ല ബെസ്റ്റ് സമയം. 4 മണി, 3 മണി, 4 മണി, 5 മണി, അങ്ങനെ ഓരോരുത്തരുടെ സൗകര്യം പോലെ 7 മണിക്കുള്ളിൽ സാധകൻ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ മാക്സിമം. ഓവർ സ്ട്രെയിൻ ചെയ്യരുത്. പിന്നെ ഓരോരുത്തരുടെ റേഞ്ചിനനുസരിച്ച് ശ്രുതി സെലക്ട് ചെയ്യുക, അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെയുള്ളൂ. എനിക്ക് അങ്ങനെ ഉപദേശിക്കാനും മാത്രം ഞാൻ അങ്ങനെ അത്ര വലിയ ആളൊന്നും അല്ല. എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പൊ പരീക്ഷ സമയത്ത് കുട്ടികൾ അത് സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട് അത് സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, കാരണം അവർ അതല്ലാതെ വേറെ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ സമയം പാട്ട് പഠിച്ചൂടെ? അതെ, അത് മാർക്കിലും ഗുണം ചെയ്യും. പാട്ട് പഠിക്കുന്നത് ഒരു ശരിക്കും പറഞ്ഞ ഒരു റിലാക്സേഷൻ ആണ്. മാത്രമല്ല നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശരീരത്തിൽ എല്ലാം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അല്ല, മാത്സ് എക്സാമിനൊക്കെ പോകുമ്പോൾ അത് നല്ല ചില കുട്ടികൾ പാട്ട് കേട്ടുകൊണ്ട് പഠിക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ. അവർക്ക് കറക്റ്റ്, അവർക്ക് അത് കുറച്ചുകൂടി ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് പലരും പറഞ്ഞത്. എൻ്റെ ഭാര്യ ദിവ്യ പാട്ട് കേട്ടോണ്ടായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം നല്ല ഒരു വളരെയധികം ദിവ്യക്ക് അത് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. മൈൻഡ് ഒന്നുകൂടെ റിലാക്സ് ചെയ്യും. അതെ അതെ. അല്ല, ചില കുട്ടികൾ അതൊരു മാസം തന്നെ സ്കിപ്പ് ചെയ്യാറുണ്ട്. എക്സാം ആണ് അതാക്കാന്ന് പറഞ്ഞിട്ട്, പക്ഷെ മാർക്ക് കുറയാറുണ്ട്. പാട്ടും കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെന്റ്. പഠിക്കണമെന്ന് പറഞ്ഞിട്ട് പാട്ട് ഒഴിവാക്കേണ്ട, കഴിവുള്ള കുട്ടികളുടെ പാട്ട് പഠിക്കുന്നതോ പാട്ട് പാടുന്നതോ ഒഴിവാക്കേണ്ട യാതൊരു കാര്യമില്ല. മറ്റ് അക്കാഡമിക്സിന് വേണ്ടിയിട്ട് ഒഴിവാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആവശ്യം സത്യത്തിലില്ല. ആ ടച്ച് വിട്ടു പോവുകയാണ് ചെയ്യണത്. അവർക്ക് അത്രയും നാളത്തെ പ്രാക്ടീസ് ഇല്ലാണ്ടാവുമ്പോൾ അതിൻ്റെ ഒരു ബാഡ് എഫക്ട്സ് അവർക്കുണ്ടാവും. ലേറ്റസ്റ്റ് സുമതി വളവിലെ ഒരു പാട്ടാണ് ഇപ്പം. സുമതി വളവിലെ പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ, പിന്നെ ഇപ്പോൾ അപൂർവ പുത്രന്മാർ അത് റിലീസ് ചെയ്തു. ഇതിലൊക്കെ വ്യത്യസ്തമായ രീതിയിലുള്ള പാട്ടുകളാണ്. ഞാൻ സ്ഥിരം പാടുന്ന ഒരു സെമി ക്ലാസിക്കലോ അങ്ങനത്തെ മെലഡിയൊന്നുമല്ല. കുറച്ച് ടപ്പാങ്കുത്തും വേറെ സ്റ്റൈലുള്ള പാട്ടുകളാണ്. അതെ, ഇപ്പൊ ഈ ഇതില് അപൂർവ പുത്രന്മാരിലൊരു വെസ്റ്റേൺ സ്റ്റൈലുള്ള പാട്ടാണ്. ഹീറോ ഒരു ഡിസ്കോ സ്റ്റൈൽ പാട്ടാണ്. വെസ്റ്റേൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചേട്ടൻ്റെ ഭയങ്കര ഫാനാണ് മൈക്കിൾ ജാക്സന്റെ എന്നുള്ള ഞാനത് എവിടെയോ കേട്ടിട്ടുണ്ട്. ഞാൻ മൈക്കിൾ ജാക്സന്റെ വലിയൊരു ഫാനാണ്. കുട്ടിക്കാലം മുതൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു കിരീടം
ചൂടാൻ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിൽ ഇനി വേറെ ആർക്കും ഇരിക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല, ഇനി പറ്റുമെന്നും തോന്നുന്നില്ല. അതർ ദാൻ പാട്ട് എന്താ ഹോബീസ്? ഇപ്പം ബ്രദറിലോ എല്ലാവർക്കും അറിയാം ക്രിക്കറ്റർ ആണെന്ന്. ഇപ്പോൾ ചേട്ടന് ഫുട്ബോളോ ക്രിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും? ക്രിക്കറ്റ് ക്ലബ്ബിലുണ്ട്, 2 ക്രിക്കറ്റ് ക്ലബ്ബുകളിലുണ്ട്. ഒന്ന് C3 സെലിബ്രിറ്റി ക്രിക്കറ്റ് ക്ലബ്ബ്, അതാണ് C3. അതിൽ ചാക്കോച്ചനാണ് അതിൻ്റെ ചെയർമാനും ക്യാപ്റ്റനും. ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, ആസിഫ് അലി, സൈജു കുറുപ്പ്, വിജയ് യേശുദാസ്, അഫ്സൽ, നിഖിൽ, അങ്ങനെ കുറേ പേര് ആ ടീമിലുണ്ട്. പിന്നെ സിംഗേഴ്സിൻ്റെ ഒരു CMC എന്ന് പറഞ്ഞൊരു ക്രിക്കറ്റ് ക്ലബ്ബുണ്ട്, അതിലും മെമ്പറാണ്. അപ്പം ഈ എനിക്കറിയാം ഇപ്പം നല്ല തിരക്കുള്ള സമയമാണെന്ന്. അപ്പം ഇത്ര നേരം ഒരുപാട് കാര്യങ്ങളില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം.